ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 2:59 കഴിഞ്ഞതിൽ ചെയ്തല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ ഈ എന്താണ് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാധകന്മാർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക. അതാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അതായത് എന്താണ് അബ്സ്റ്റെയിൻ ഫ്രം സെൻസസ് ഫ്രം സെൻസ് ഓബ്ജക്ട്സിന്, അതായത് വിഷയങ്ങളെ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ട്രെയിനിങ് ദശയിൽ അതിങ്ങനെ ട്രെയിൻ ചെയ്ത സാധകൻ്റെ ദശയിൽ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് എങ്ങനെയാ വെച്ചാൽ നമ്മളത് വിഷയങ്ങളെ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചാലും ആഗ്രഹം ബാക്കി നിൽക്കുന്നുണ്ടാവും. അതായത് ആ ലോങ്ങിങ് ഫോർ ദം, ആഗ്രഹം ഉണ്ടാവും എപ്പോഴേ, അത് മുഴുവനും മാറണില്ല. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ പുരോഗമിച്ച് നമ്മൾ വിഷയങ്ങളിൽ നിന്ന് സെൻസസിനെ മാറ്റി നിർത്തി കുറേ കഴിയുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് മാറ്റി നിർത്തുകയാണ് മനഃപൂർവ്വം, ഫോഴ്സ്ഫുള്ളി വെച്ചാലും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും അത് വേണമെന്നേ. എന്തിനാണ് നമ്മൾ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വെച്ചാൽ അത് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് കേൾക്കണ്ട, അപ്പോൾ കേൾക്കണം എന്നിങ്ങനെ മോഹം ഉണ്ടാവും ഉള്ളിൽ, അടക്കുകയാണത്. അതുപോലെ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് മോഹം ഉണ്ടാവും, അടക്കുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കുറേ ട്രെയിൻ ചെയ്താൽ എന്താവും, നമ്മൾക്ക് ആ ആഗ്രഹം നശിക്കും. അപ്പോഴാണ് സ്ഥിതപ്രജ്ഞനാവുള്ളൂ. അതായത് സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ ആ ഡിസയറിൻ്റെ വിത്ത് പോലും, ആഗ്രഹത്തിൻ്റെ വിത്ത് പോലും ഇല്ലാതെയാവും. എന്താ കാരണം വെച്ചിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ശീലിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അതിൻ്റെ വിത്ത് പോലും കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ എല്ലാത്തിലും ബ്രഹ്മത്തിനെയാണ് കാണുന്നത്. അപ്പോൾ വിഷയവും ഇന്ദ്രിയവും ഒന്നും ഒരു ഇതില്ല, ആ പ്രശ്നമില്ല. വിഷയങ്ങളിൽ പെട്ട് ഉഴലുന്ന ഇന്ദ്രിയം അങ്ങനെ ഇല്ലാണ്ടേ പോവും. കാരണം സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിലും ബ്രഹ്മാണ്. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെൻസസിനെ സെൻസ് ഓബ്ജക്ട്സിൽ നിന്ന് ആബ്സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിക്കുക, അത് ആദ്യത്തെ ദശ. അങ്ങനെ ശീലിച്ച് പോകുമ്പോൾ നമുക്ക് ഈ ആശകളുടെ, അതായത് ആഗ്രഹങ്ങളുടെ വിത്ത് പോലും നശിപ്പിക്കപ്പെടും. എപ്പോൾ? പതുക്കെ നമ്മൾ സ്ഥിതപ്രജ്ഞതയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഇനി 60 വായിക്കാം. അതാണ് പറഞ്ഞത് നമ്മൾ. ഇനി 60. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. ഇപ്പോൾ ഇതിലെന്താ പറയണ വെച്ചാൽ 60 നമ്മൾ ചെയ്യണമല്ലേ. അതെ, എന്താ പറയണ വെച്ചാൽ കൗന്ദേയ അല്ലയോ അർജുന, ഹി എന്ന് പറഞ്ഞു വെച്ചപ്പോൾ അവിടെ എന്താ വെച്ചാൽ അത് ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞത് വെച്ചാൽ, അർജുന ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുവല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അതെന്തിനാ പറഞ്ഞത് വെച്ചാൽ യതതഃ, അതായത് ഈ സ്ഥിതപ്രജ്ഞനാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ സാധകൻ, വിപശ്ചിതഃ പുരുഷസ്യാപി, അയാളെ വിവേകിയായിട്ടുള്ള പുരുഷനാണെങ്കിൽ പോലും, വിപശ്ചിത പുരുഷ പറഞ്ഞാൽ ശരിക്കും പറയാ വെച്ചാൽ കുറച്ചൊരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു 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 ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്ഥിതപ്രജ്ഞനൊന്നും ആയിട്ടില്ല, അതിൽ തന്നെ വർത്തിക്കാനൊന്നും സാധിക്കുന്നില്ല. പക്ഷേ ഏകദേശം ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുള്ള ആളാണ് വിപശ്ചിതൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നല്ല വിവേകമൊക്കെ ഉണ്ട്, എല്ലാം അറിയാം. അങ്ങനെ ഒരാൾക്ക് പോലും, അങ്ങനെ ഒരാളുടെ മനസ്സ് പോലും, എന്താ മനസ്സിനെ പോലും പ്രമാധിനി ഇന്ദ്രിയാണി, അങ്ങനെ
വളരെ വിവേകിയായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിനെ പോലും ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷോഭിപ്പിക്കാൻ സാധിക്കും. അതായത് ആജിറ്റേറ്റഡ് ആക്കാം മനസ്സിനെ. ഒരുമാതിരി നല്ല വിവേകമുള്ള ആളെ പോലും എന്നിട്ടോ പ്രസാദം ഹരതി, പ്രസഭം ഹരതി, എന്നിട്ട് അവരെ ദുഃഖിപ്പിക്കും. അത്രയ്ക്ക് ശക്തിയാണ് ഇന്ദ്രിയങ്ങളൊക്കെ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനം എന്ന്, അല്ലെങ്കിൽ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ കാരണം, നമ്മളിങ്ങനെ സാധകന്മാരെ സ്ഥിതപ്രജ്ഞത്തിലേക്ക് സ്ഥിതപ്രജ്ഞനാവാൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വിവേകമൊക്കെ ഉണ്ട് അവർക്ക്, എങ്കിൽ പോലും ഈ ഇന്ദ്രിയങ്ങൾക്ക് അത്ര ശക്തിയാണ്. അത് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കി നമ്മളെ ദുഃഖത്തിലേക്ക് ആഴ്ത്താനുള്ള കഴിവുണ്ട് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ നല്ല ജാഗ്രതയോട് കൂടി ഇരിക്കണമെന്ന് പറയുകയാണെങ്കിൽ, അതായത് ജ്ഞാനം ലഭിച്ചവർക്ക് പോലും, പൂർണ്ണമായിട്ട് സ്ഥിതപ്രജ്ഞനാവാത്തവർക്ക് പോലും ചിലപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ശക്തി കാരണം മനസ്സിന് ക്ഷോഭം ഉണ്ടാവാം. എന്നിട്ട് ആദ്യം പതിക്കാം, ആ പോയ അത്ര തന്നെ ഉയരത്തിലേക്ക് അല്ലാതെ പതിച്ചു എന്ന് വരാം. അതായത് അതിൻ്റെ വേറൊരു അർത്ഥം എന്താ വെച്ചാൽ, പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ ഡിസിപ്ലിൻ, ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്തോടത്തോളം കാലം സ്ഥിതപ്രജ്ഞനാവാൻ പറ്റില്ല. സ്ഥിതപ്രജ്ഞനാവണം വെച്ചാൽ, അതായത് ആ ആത്മാവിൽ തന്നെ വർത്തിക്കണ അബൈഡിങ് ഇൻ ദ സെൽഫ് എപ്പോഴും അങ്ങനെ ആവണമെങ്കിൽ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ഇന്ദ്രിയങ്ങളെ ജയിക്കണം, എന്നാൽ തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ മനസ്സിനെ ക്ഷോഭിപ്പിക്കുമെന്ന് പറയണം. അതായത് നമ്മൾ മനസ്സിനെയും കൂടി നിയന്ത്രിച്ചാൽ തന്നെ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അതിൽ ആ ഒരു കാര്യം പറയാം, വിപശ്ചിതം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ജ്ഞാനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായ ആളാണ്, പക്ഷെ എപ്പോഴും ജ്ഞാനത്തിൽ വർത്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരാൾക്ക് പോലും ഇതിന്ന് ഈ ഇന്ദ്രിയങ്ങളുടെ ശല്യം കൊണ്ട് അവർക്ക് സ്ഥിതപ്രജ്ഞനാവാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ എത്താം. അത്ര ബുദ്ധിമുട്ടാണെന്ന് പറയാം. അവരൊക്കെ വൾണറബിളാണ്. ഈവൻ വിവേകമുള്ളവർ, നല്ല പവർ ഓഫ് ഡിസ്ക്രിമിനേഷനുള്ള ബുദ്ധിയുള്ളവർ പോലും ഇന്ദ്രിയങ്ങളുടെ ഇൻഫ്ലുവൻസിന് വൾണറബിളാണ്. ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ ഇതിൽ പറയണ്ടേ, കാമ ക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത. എന്തായാലും ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, നിങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇരിക്കൂ. കാരണം 3 തരം കള്ളന്മാർ വന്നിട്ട് നിൻ്റെ ഈ ജ്ഞാനമാകുന്ന രത്നത്തിനെ കട്ടെടുക്കാനായിട്ട് 3 തരം കള്ളന്മാർ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. ആരൊക്കെയാ? ക്രോധം, ആങ്കർ, ലോഭം, ഗ്രീഡ് അല്ലേ, പിന്നെ കാമം, ലസ്റ്റ് ഓർ ഡിസയർ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അത്യാഗ്രഹങ്ങളൊക്കെ പറയാൻ വേണമെങ്കിൽ, പക്ഷേ അല്ലെങ്കിൽ പറയാം ലാസ്റ്റ് ആങ്കർ ആൻഡ് ഗ്രീഡ്. ലസ്റ്റും ആങ്കറും ഗ്രീഡുമാണ് കാമക്രോധ ലോഭ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 3 തരം കള്ളന്മാരുണ്ടെന്നാണ് പറയണത്. എന്തിന്? നമ്മുടെ ജ്ഞാനമാകുന്ന ആ ഒരു പ്രഷ്യസ് രത്നം, ജ്ഞാനരത്നനെ അപഹരിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ കട്ടെടുത്ത് കൊണ്ടുപോകാനായിട്ട് 3 തരം കള്ളന്മാരാണ്. ആരൊക്കെയാണ്? കാമം, ലസ്റ്റ്, ക്രോധം, ആങ്കർ, ലോഭം, ഗ്രീഡ്. അതുകൊണ്ട് ജാഗ്രതയായിട്ടിരിക്കൂ. ബി വിജിലൻ്റ്, നല്ല ജാഗ്രതയോട് കൂടി ഇരിക്കണം എന്ന് പറയണം. അതായത് എന്താ അറിയോ, നമുക്ക് ഇപ്പോൾ ഒരു സാധകന് സ്ഥിതപ്രജ്ഞനാവണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രമിച്ചാലും ഈശ്വര കൃപ ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പം നമ്മുടെ മനഃശക്തി അല്ല അതിൽ സഹായിക്കണത്. മനഃശക്തി ഉണ്ട്, കുറച്ച് ഡിറ്റർമിനേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഈശ്വര കൃപയും കൂടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആധ്യാത്മിക പാതയിൽ മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ദ പവർ ഓഫ് ഈഗോ അല്ല പറയുക, ജസ്റ്റ് ദ പവർ ഓഫ് ഗ്രേസും കൂടി വേണം. താൻ ബാധി ദൈവൻ ബാധി തന്നെയാണ്. അതായത് നമ്മളുടെ ശ്രമവും വേണം, ഭഗവാന്റെ അനുഗ്രഹവും വേണം, എന്നാൽ തന്നെ പറ്റുള്ളൂ എന്ന് പറയണം. ഇനി
അതേപോലെ തന്നെ നമ്മൾ ചെയ്തുല്ലോ. അതാണ് ഞാൻ വിചാരിച്ചത്, ദൈവമാഹാത്മ്യത്തിൽ നമ്മൾ ചെയ്തില്ലേ പിന്നെ ഒരു ശ്ലോകം, ദൈവമാഹാത്മ്യം കേട്ടവർക്കറിയാം. ജ്ഞാനിനാമഭിചേതാംസി ദേവി ഭഗവതി ശിവ ബലാദാകർഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഓരോ മോഹങ്ങൾ മനസ്സിൽ പൊന്തി വന്നിട്ട് വിഷയ ഭോഗങ്ങൾക്ക് മോഹം തോന്നിയിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിന്നെയും അശുദ്ധമാക്കും, ഇംപ്യൂറാക്കും. നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ വന്നിട്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ പോയിട്ടേ നമ്മളെ മനസ്സിനെ നമ്മളിങ്ങനെ കുറേ ശുദ്ധാക്കിയാലും പിന്നെയും അതിൽ കുറേ അശുദ്ധി ഉണ്ടാക്കുകയാണ്, ഇംപ്യൂറാക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ മിണ്ടാണ്ട് ഇന്ദ്രിയങ്ങൾ എന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ താൻ പാതി ദൈവൻ പാതി. അപ്പം നമ്മൾ നല്ലോണം അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് ഈശ്വര കൃപയും വേണം, ഈശ്വരനോട് പ്രാർത്ഥിക്കണം, എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ നല്ലോണം ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ശ്രമിക്കണം എന്നാണ് ഈവൻ ദൈവമാഹാത്മ്യം നമ്മൾ കണ്ടത്. കാരണം മഹാമായ നമ്മളെ മോഹവലയത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ബലാദാകർഷ്യ അല്ലേ, നമ്മൾ കണ്ടുല്ലോ. ഫോഴ്സ്ഫുള്ളി നമ്മളെ ഈവൻ ജ്ഞാനിനാമഭിചേതാംസി, ജ്ഞാനികളുടെ മനസ്സിനെ പോലും ഈ മഹാമായ പിടിച്ച് വലിച്ച് മായാലോകത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ തുരിയാവസ്ഥയിൽ ഇരിക്കണ അത്രയ്ക്ക് ഉറച്ചിട്ടില്ല, നല്ല സ്ഥിതപ്രജ്ഞനല്ല, തുരിയാവസ്ഥയിൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യണ ആളാണെങ്കിൽ പോലും മഹാമായയുടെ ശക്തി അത് നമ്മളെ ഈ ലോകത്തിലേക്ക്, മായാലോകത്തിലേക്ക് വലിച്ചഴച്ച് മോഹിപ്പിക്കും എന്ന് നമ്മൾ ദൈവമാഹാത്മ്യത്തിലും കണ്ടു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹമാണ് ഏറ്റവും പ്രധാനം എന്ന്. അതുകൊണ്ട് വളരെ വിജിലൻ്റ് ആവണം, ജാഗ്രതയായിട്ടിരിക്കണം എന്ന് പറയുകയാണ്. പുരുഷസ്യ വിപസ്ഥിത പറഞ്ഞില്ലേ, വിവേകികളെക്കോടും വിവേകികളുടെ മനസ്സിനെപ്പോലും ക്ഷോഭിപ്പിക്കാൻ പറ്റും അത് പറയുന്നത് അല്ലേ. ഇനി 60 വായിച്ച 61 പോവാം. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ 3 കള്ളന്മാരുണ്ടല്ലോ, കാമക്രോധ ലോഭം, ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, ആ കള്ളന്മാരിൽ നിന്ന് നമ്മൾ രക്ഷിച്ചും കൊണ്ടിരിക്കണം. അത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കണ്ടേ. അപ്പം നമ്മുടെ ഈ പ്രയത്നത്തിലൊക്കെ അവർ നല്ലോണം അവരെ അകറ്റണം എന്ന് പറയുകയാണ്, കാമത്തിനെയും ക്രോധത്തിനെയും ലോഭത്തിനെയും. ഓക്കെ, ഇനി നമുക്ക് 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത് മത്പരാഹ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പോൾ നോക്കാം അർത്ഥം. താനി സർവാണി, അങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും, താനി സർവാണി ജബട ഇന്ദ്രിയാണി അർത്ഥം, താനി സർവാണി ഇന്ദ്രിയാണി എന്നാണ് അർത്ഥം. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമ്യ, നമ്മളെ അടക്കുക, സംയമനം ചെയ്യാൻ ഡിസിപ്ലിൻ ചെയ്യുക. അങ്ങനെ അടക്കി അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്ത് നല്ലോണം ധ്യാനിച്ച് സംയമ്യ മത്പരഹ യുക്ത ആസീത. എങ്ങനെയെന്നാലും ഇപ്പം അതിലേക്ക് എത്തുക എന്ന് പറയുകയാണ് ഭഗവാൻ. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയണത്. അങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും നല്ലോണം അടക്കിയിട്ട് ആത്മാവായിട്ട് നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്നെ മനസ്സിൽ വിചാരിച്ച് എപ്പോഴും എന്നെ, നിൻ്റെ മനസ്സിലിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്ന എന്നെ മീൻസ് ആത്മാവിനെ തന്നെ ആലോചിക്കണം. ഇന്ദ്രിയങ്ങളെയൊക്കെ നല്ലോണം അടക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ പിന്നെയും പോയാലും അതിന് സമ്മതിക്കാതെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മനസ്സിനെ എന്നിൽ തന്നെ നിർത്തൂ. ആരാണ് ഞാൻ? നിൻ്റെ ആത്മാവ്. അപ്പോൾ മനസ്സിനെ എവിടെയും പോവാതെ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് മനസ്സിനെ എന്നിൽ തന്നെ നിർത്തൂ എന്ന് പറയുകയാണ്. അതാണ് മത്പരഹ യുക്തം ആസീത എന്ന് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ ഇരിക്കണം, കുറേ നേരം ഇരിക്കുമ്പോൾ, അതാണ് ധ്യാനം. എന്താ വെച്ചാൽ യസ്യ ഇന്ദ്രിയാണി വശേ,
ആരുടെ ഇന്ദ്രിയങ്ങളാണ് പൂർണ്ണമായും പിന്നെ അടക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്തിരിക്കുന്നത്? തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അയാളുടെ പിന്നെ ജ്ഞാനം നിത്യമാവും. അതായത് അയാൾക്ക് ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഇത് തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് അർജുന, ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും വേണ്ട പോലെ നിയന്ത്രിച്ച് ഡിസിപ്ലിൻ ചെയ്ത് ആരെ ധ്യാനിക്കണം? എന്നെ ആത്മാവായി നിൻ്റെ ഉള്ളിൽ നിൻ്റെ ആത്മാവായിട്ട് ഇരിക്കുന്ന എന്നെ തന്നെ സദാ ധ്യാനിച്ച് ഇരിക്കണം. അല്ലെങ്കിൽ എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച ഒരാളൊക്കെ സ്ഥിതപ്രജ്ഞനാവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ലേശം നേരമൊക്കെ നമുക്ക് ആത്മാനുഭവം ഉണ്ടായാലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവന് അതിന്ന് മാറി താഴത്തേക്ക് തന്നെ വരേണ്ടി വരും. അതാണ് പറയണത്. അത്ര പ്രധാനമാണ് ഇന്ദ്രിയ നിഗ്രഹം ജ്ഞാനം ലഭിക്കാനായിട്ട്. അതായത് അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഓടിപ്പോവാതെ നിർത്തണമെങ്കിൽ എന്ത് വേണം? ആ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിൽ അത് തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തന്നെ വലിക്കണം. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് എപ്പോഴും പോണതേ. അതിനെ പറഞ്ഞില്ലേ, ആമയുടെ കാല് വലിക്കണം പോലെ എല്ലാറ്റിനെയും അകത്തേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി വലിച്ച് കോൺസെൻട്രേറ്റ് അകത്തുള്ള ഞാൻ നിൻ്റെ അകത്ത് ആത്മാവായിട്ടിരിക്കണ്ടല്ലോ, ആ ആത്മാവിലേക്ക് തിരിക്കണം എല്ലാ ഇന്ദ്രിയങ്ങളെയും. എന്നാലേ നിനക്ക് സ്ഥിതപ്രജ്ഞനാവാൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ നീ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്താണ് നിനക്കുണ്ടാവുക എന്ന് ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറയും കേട്ടോ. അതായത് സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടുകൂടി ഇന്ദ്രിയങ്ങളെ അടക്കിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. എന്തായാലും ഇവിടെ യുക്ത എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ യുക്തനാവണത് എപ്പോഴാണ്? നമ്മൾക്ക് ആത്മജ്ഞാനത്തിൽ ആത്മാവിൽ തന്നെ വർത്തിക്കണം. അബൈഡിങ് ഇൻ ദ സെൽഫ് എന്ന് പറഞ്ഞില്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കണത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ യുക്തനാവണത്. അപ്പോൾ അതായത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യോഗ ഓർ ഇൻ യൂണിയൻ വിത്ത് ഭഗവാൻ. അതാണ് യുക്തത എന്ന് പറഞ്ഞാൽ ഇൻ യൂണിയൻ വിത്ത് ആത്മാ, അല്ലെങ്കിൽ അതിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അതിൽ തന്നെ വർത്തിക്കുക, ആത്മാവിൽ തന്നെ വർത്തിക്കണേനാണ് പറയുക. അപ്പോൾ ഒരാൾ ഈ സെൻസസിനൊക്കെ അകത്തേക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വലിക്കാൻ ശീലിക്കുക തന്നെ വേണം. ആ അകത്തുള്ള ആത്മാവിലേക്ക്, നമ്മുടെ മുഴുവൻ ചൈതന്യമായിരിക്കുന്ന ആത്മാവിലേക്ക് എല്ലാ ഇന്ദ്രിയങ്ങളെയും തിരിക്കണം. പുറത്തുനിന്ന് കൊണ്ടുവന്ന് അകത്തേക്ക് തിരിക്കണം ആത്മാവിലേക്ക്. എന്നാൽ മാത്രമേ നമുക്ക് ആത്മജ്ഞാനം, സ്ഥിരമായിട്ടുള്ള ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. ഒരിക്കൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല പറയാൻ വയ്യ, പക്ഷെ നമുക്ക് പിന്നെയും കിട്ടണമെന്ന് തോന്നും. പക്ഷേ അത് പോവാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയാണ്. അതായത് നമുക്ക് ആ ആത്മജ്ഞാനം അനുഭവിക്കാനുള്ള ആ ഒരു ദാഹം ഉണ്ടല്ലോ, ആ തേഴ്സ്റ്റ് ഫോർ എക്സ്പീരിയൻസിങ് ദ ഡിവൈൻ, അത് നല്ല സ്ട്രോങ് ആവണം. അതാണല്ലോ മുമുക്ഷുത്വം. അപ്പോൾ നല്ല സ്ട്രോങ് ആവണം നമുക്ക്. എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം. ഐ വോണ്ട് ടു ബി വൺ വിത്ത് ദ ആത്മാ എന്നുള്ള ആ മോഹം നല്ല ശക്തിയായിട്ടുള്ള മോഹം വേണം. എന്നാലേ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ? എന്ത് കാര്യവും അങ്ങനെയല്ലേ? എന്തെങ്കിലും വേണമെന്ന് നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കും. അതേപോലെ തന്നെയാണ് ആത്മജ്ഞാനവും. ശരിക്കും വിഷമാണെന്ന് തോന്നിച്ചാലും നമുക്ക് അതിലേക്കുള്ള യാത്ര കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആനന്ദമാക്കി തീർക്കും ഭഗവാനെ. അതാണ് ഈശ്വരകൃപ. ഈശ്വരകൃപ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള നമ്മുടെ യാത്രയെ ആനന്ദപൂർണ്ണമാക്കി തരും. നമ്മൾ എഫർട്ട് വേണം, എഫർട്ട് നമ്മുടെ ഭാഗത്ത് അല്ലേ, അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത്. പക്ഷെ ആ ശ്രമം കുറച്ച് കഴിയുമ്പോൾ, ആദ്യം നമ്മൾ കുറച്ചൊക്കെ വിഷമാണെന്ന് വിചാരിച്ചാൽ ആ ശ്രമം കുറച്ച് കഴിയുമ്പോൾ ഒരു ആനന്ദമായി തീരും. അപ്പം അങ്ങനെ
പിന്നെയും 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 ചെയ്യൂലോ. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ ഇങ്ങടെ 9 സ്റ്റെപ്പ് വയ്ക്കുമെന്ന് പറയണേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ശ്രമം തന്നെ ഒരു ആനന്ദമായി തീരും. അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ പതുക്കെ പതുക്കെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആത്മാവിൽ ഉറപ്പിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ, വേണ്ട പോലെ നമ്മളുടെ ഭാഗത്തുള്ള ശ്രമം നടത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നാണ് ഇനി 62-ലും 63-ലൊക്കെ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഇതിൽ പറയാൻ. ഇനി ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ ഡിസിപ്ലിനിങ് ദ സെൻസസിൻ്റെ പ്രാധാന്യം പറയുകയാണ് വളരെ ശക്തിയായിട്ട്. അത്ര പ്രധാനമാണെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ ഫോഴ്സ്ഫുള്ളി വേണ്ടാക്കിയ കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും തന്നെ വേണ്ട തോന്നും അല്ലേ. അങ്ങനെ 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 നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ ഈശ്വരകൃപയ്ക്ക് സമയമാകുമ്പോൾ നമുക്ക് ജ്ഞാനം ഉദിക്കും. അങ്ങനെ ഒന്ന് ജ്ഞാനം ഉദിച്ചാലും പോരാ, അപ്പോഴും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്തിന്? സ്ഥിരമായിട്ടുള്ള ആ ജ്ഞാന നമുക്ക് ആ ഒരു അനുഭവം സ്ഥിരമാവാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞത്. ഇനി നമുക്കിത് വായിച്ച് അടുത്തേക്ക് പോവാം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇനി 62 കൂടിയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, 62 കൂടിയും ചെയ്യാം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായത്തെ സംഗാദ് സഞ്ജായത്തെ കാമാത് ക്രോധോഭിജായത്തെ. ഏകദേശം നമുക്ക് മനസ്സിലാവാൻ അത്ര സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ക്രോധാത് അല്ല 62 അല്ലേ. വിഷയാൻ ധ്യായതഃ പുംസഃ. എന്താ? വിഷയങ്ങളെ, അതായത് ശബ്ദം, പിന്നെ കാഴ്ച, പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാദ് അല്ലേ, സ്പർശം, വാസന, ഇതൊക്കെയാണല്ലോ വിഷയങ്ങളെ. ഈ വിഷയങ്ങളെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്, അതായത് വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയവന്, എപ്പോഴും വിഷയസുഖം അനുഭവിക്കാൻ മോഹമുള്ള ആൾക്കാർ ചുരുക്കം. തേഷു സംഗഃ ഉപജായതേ. അങ്ങനെ നമ്മൾക്ക് എന്തിലെങ്കിലും നമ്മൾ പിന്നെയും അതിൽ വല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് വരും, സംഘം വരും. അവയിൽ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് എന്ന് തന്നെ പറയണം. അതായത് സംഘം വരും. അതില്ലാണ്ട് വയ്യാന്നാവും. അതിനോട് ഭയങ്കര ഇഷ്ടം. പിന്നെയും എത്രയും മതിയാവില്ല. അത് സംഘാൻ കാമഹ സഞ്ജായതേ. അങ്ങനെ ചെയ്താൽ, അത്ര ഇഷ്ടമായിട്ടായാൽ അത് പിന്നെ അതിനുള്ള മോഹം, അത് കിട്ടാഞ്ഞാൽ, അത് എത്ര കിട്ടിയാലും പോരാ, കിട്ടാഞ്ഞാൽ വല്ലാത്ത ദുഃഖം, അത് കിട്ടിയേ തീരൂ. അങ്ങനെയാണ് ഈ വിഷയസുഖങ്ങളെ. എന്നിട്ട് അത് തരായില്ലെങ്കിലോ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും അതനുഭവിക്കാൻ, ആ വിഷയസുഖം. അത് പറ്റില്ല, അതിന് ആരെങ്കിലും ഒരു വിഘ്നം നിൽക്കുക അല്ലെങ്കിൽ പറ്റാതെ വരികയോ ചെയ്താൽ കാമാത് ക്രോധഃ അഭിജായതേ. അപ്പോൾ ദേഷ്യം വരും. സാധിക്കാഞ്ഞിട്ടേ, ആഗ്രഹം സാധിക്കാത്തപ്പോൾ ദേഷ്യം വരും. അതായത് ക്രോധഃ അഭിജായതേ, അതായത് വല്ലാത്ത ആഗ്രഹം കൊണ്ട് അതിന് തടസ്സമായാൽ ആരാ തടസ്സം നിൽക്കണം അവരോട് ദേഷ്യം വരും. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. ക്രോധോഭിജായതേ പറഞ്ഞില്ലേ. അപ്പം പിന്നെ അവരോട് ദേഷ്യമായി. അതാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. എന്താണ്? നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തന്നെയാണ് അല്ലേ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഭഗവാൻ പറയണത്. എന്താ അറിയോ, ശരിക്കും പറയാച്ചാൽ നമുക്ക് 2 സാധനങ്ങളെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ആത്മാവ്. വേണമെങ്കിൽ ആത്മാവിന് നമുക്ക് എൻ്റെ ഉള്ളിലിരിക്കണ ആ പരമാത്മ ചൈതന്യം, ഇതിനെ ഞാൻ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കാമെന്ന് വിചാരിക്കാം ഒന്നുകിൽ. അല്ലെങ്കിൽ അതിന് തയ്യാറില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യമില്ലെങ്കിൽ ഈ പുറത്തുള്ള സാധനങ്ങളെ പിന്നാലെ പോവുക. അകത്തുള്ളത് എന്താ? ആത്മാവ്. അപ്പം ശരിക്കും മനസ്സിന് മനസ്സിന് ശരിക്കും 2 ഓപ്ഷനേ ഉള്ളൂ.
ഒന്നെങ്കിൽ അകത്തുള്ള ആത്മാവിനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ പുറത്തുള്ള വിഷയസുഖങ്ങളെ ധ്യാനിക്കുക. ഇതാണ് രണ്ടെണ്ണം ഉള്ളത്. പക്ഷേ നമുക്കെന്താ ഒരു പ്രശ്നം വെച്ചാൽ, നമുക്ക് ആത്മാവിനെ കിട്ടിയാലത്തെ സുഖം നമുക്ക് അറിയില്ല. അപ്പം എന്തുണ്ട്, ആത്മാവിനെ കിട്ടാൻ ശ്രമിക്കാതെ, രണ്ട് ഓപ്ഷനുള്ളൂ പറഞ്ഞില്ലേ. ഒന്ന് ആത്മാവിനെ കിട്ടാൻ ശ്രമിക്കുക, പിന്നൊന്ന് വിഷയസുഖങ്ങളെ കിട്ടാൻ ശ്രമിക്കുക. ആത്മാവിനെ കിട്ടാൻ നമ്മൾ ശ്രമിക്കണേ ഇല്ല. എന്താ കാരണം അറിയോ? ആത്മാവിനെ കിട്ടിയാലത്തെ സുഖം നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്തു ചെയ്യും? ആത്മാവിനെ കിട്ടാൻ ശ്രമിക്കാതെ ആത്മസുഖം എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു സുഖം കഴിഞ്ഞാൽ യു ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദാറ്റ്. ആ സുഖത്തിനോട് നമുക്ക് ഒരു പ്രിയം വരും. അപ്പം അത് പിന്നെയും ആഗ്രഹം ഉണ്ടാവും, കുറച്ചും കൂടി ആഗ്രഹം ഉണ്ടാവും. ഇനി എൻജോയ് ചെയ്യണം, ഇനി എനിക്ക് ആ സുഖം വേണം, ഇനി എനിക്ക് ആ സുഖം വേണം എന്ന് വിചാരിക്കും. അങ്ങനെയും നമ്മൾ അതികഠിനമായിട്ടുള്ള മോഹം ഉണ്ടായിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ എന്ത് കാരണമാണ് സാധിക്കാതെ വെച്ചാൽ അതിനോട് ദേഷ്യം, അല്ലെങ്കിൽ ആ ആൾ കാരണമാണ് വെച്ചാൽ അപ്പം ആങ്കർ, ക്രോധം വരും. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ആത്മസുഖത്തിൽ നിന്ന് അകലേക്കാണ് പോണതേ, പുറത്തേക്കാണ് പോണതേ. ആത്മസുഖം ഉള്ളിലല്ലേ, നമ്മൾ ഉള്ളിൽ തിരഞ്ഞെന്നില്ല. കാരണം ആ സുഖം എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ പുറത്തുള്ള ശരിക്കും പറയാച്ചാൽ നമ്മൾ തിരയണത് ആത്മസുഖത്തിന് തന്നെയാണ്. പക്ഷെ അത് ബോധമില്ലാതെ നമ്മളെ ആ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോവുകയാണ്. അത് ആത്മസുഖം വിചാരിച്ചിട്ട്, പക്ഷെ അത് ആത്മസുഖമല്ല, അല്ലേ? അപ്പം ആ ശരിക്കുള്ള ആ നിർവൃതി ഉണ്ടല്ലോ, ആത്മനിർവൃതി, അതറിയില്ല. അതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പിന്നെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയിട്ട് എന്നിട്ട് ദുഃഖത്തിൻ്റെ ഗർത്തത്തിൽ വീഴും. അതായത് ദുഃഖഗർത്തം എന്ന് പറയുമല്ലോ, അതായത് കുഴി, വലിയ ഇതിലേക്ക് നമ്മൾ വീഴും. വിഷയസുഖത്തിൻ്റെ ആ ഡീപ്പ് വെല്ലാണെന്നാണ് പറയുക. അത്ര ഭഗവാൻ പേരും കൂടി ഉണ്ട് അല്ലേ, ഗർത്തം എന്ന്. എന്നിട്ട് നമുക്ക് പിന്നെയും കുറച്ച് നേരത്തെ ഈ സുഖമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതിലധികം ദുഃഖം. അങ്ങനെ വിഷയസുഖങ്ങൾ ഒരിക്കലും നമുക്ക് ഇറ്റേണലായിട്ടുള്ള ആ എന്നുള്ള സുഖം തരില്ല നമുക്ക്. അതാണ്. അതായത് പിന്നെ മനസ്സിന് രണ്ട് ഓപ്ഷനുണ്ട്. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ കൺസിഡർ ചെയ്യണം കൂടിയില്ല. ആത്മസുഖത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല, പക്ഷെ ആത്മസുഖമെന്ന് വിചാരിച്ചിട്ട് അറിയാതെ നമ്മൾ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയിട്ട് ദുഃഖത്തിൽ വീണ്, ഈ സംസാര ദുഃഖത്തിൽ വീണ് മുങ്ങി പൊങ്ങി നടക്കുകയാണ് നമ്മളാണ്. അതാണ് പറഞ്ഞത്. പിന്നെ മനസ്സിനോ ശരീരത്തിനോ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സുഖം തരാൻ പറ്റില്ലേ. അതായത് നമ്മളെ ശരിക്ക് പറയാച്ചാൽ നമ്മളെ സൂക്ഷ്മ ശരീരത്തിനെയാണ്, സൂക്ഷ്മ ശരീരവും കടന്നു പോയാലേ നമുക്ക് ആ ഇതിലെത്താൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു വഴിയുള്ളൂ എന്നാണ് ഭഗവാൻ പറയണത്. അതിന് നമുക്ക് മനസ്സിനെ ശുദ്ധീകരിക്കുക മാത്രമേ വഴിയുള്ളൂ. എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ? ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കണേ. അപ്പോൾ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ നമുക്കതിനോട് അറ്റാച്ച്മെൻറ്റായി. അപ്പോൾ കുറച്ച് കിട്ടിയാൽ പിന്നെ എന്താണ് ഇത് പറയണ പോലെയാണ്, എന്താ പറയുക, പൂന്താനം പറഞ്ഞ പോലെ തന്നെയാണ്, 10 കിട്ടിയാൽ 100 മതി എന്നും, 100 കിട്ടിയാൽ അപ്പോൾ 1000 വേണമെന്ന്, അങ്ങനെ മോഹങ്ങൾ കൂടി വരും. അതിനെതിരായിട്ടുള്ളവരോട് ദേഷ്യം, അങ്ങനെ ഇങ്ങോട്ട് നമ്മളെ ശരിക്കും അധപ്പതിക്കും. ഇപ്പോഴുള്ള സ്റ്റേറ്റിനേക്കാളും നമ്മൾ അധപ്പതിക്കും മോഹങ്ങളുടെ പിന്നാലെ പോയാലേ. അതാണ് ഭഗവാൻ പറയണത്. അതായത് നമ്മളങ്ങനെ ഈ മായയുടെ ആ വലയത്തിൽ പെട്ടങ്ങോട്ട് കുരുങ്ങും. ഇപ്പോൾ നമുക്കൊരു ഇതിലൊരു ഉദാഹരണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ജയിലിലൊരു കള്ളണ്ടെന്ന് വിചാരിച്ചോളൂ. പിന്നെ എന്താണ്, എന്തുകൊണ്ടാണ് ആ കള്ളനെ അയാളെങ്ങനെയാണ് ഒരു കള്ളനായത്? കാരണം അയാൾക്ക് എന്തിനോ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? ആ ആഗ്രഹം ആദ്യമൊന്നും അതിൻ്റെ പിന്നാലെ പോയില്ല. ആഗ്രഹം അതന്നെ, മോഹം അതന്നെ, അയ്യോ എനിക്ക് കിട്ടിയ എന്തായാലും വേണ്ടി എനിക്കതെങ്ങനെയെങ്കിലും കിട്ടണം. അയാൾക്ക് കിട്ടാൻ നിവൃത്തിയില്ല വെച്ചാൽ എന്തായി അയാൾ? ആ ആഗ്രഹം കൊണ്ട് അയാൾ ചെയ്യാൻ പോണ പ്രവൃത്തി തെറ്റാണെന്ന് പോലും മറക്കും. അതാണ് അത്ര ആഗ്രഹം. അപ്പം എന്തായി? അതിനെപ്പറ്റി ആലോചിച്ച് അയ്യോ എനിക്കത് സ്വന്തമാക്കാതെ പറ്റില്ല, എന്ത് ചെയ്താലും എന്നായി. എന്നിട്ട് അയാൾ ധർമ്മമൊക്കെ മറന്ന് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രം വേറൊരാളെ അയാളെ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ അതങ്ങോട്ട് സ്വന്തമാക്കും.
അപ്പം ഈ ആങ്കർ വരും. അപ്പോൾ അയാൾ എടുക്കാൻ സമ്മതിക്കില്ല, ഒരാളെ നിന്ന് മേടിക്കാൻ വെച്ചോളൂ. അയാൾ എടുക്കാൻ സമ്മതിക്കില്ല, അയാളല്ലേ അത്. അപ്പം അയാളോട് ദേഷ്യം വന്നിട്ടാണ് അയാളെ അടിക്കുകയോ കുത്തുകയോ കൊല്ലുകയോ എന്താ ചെയ്യും. എന്നിട്ട് അതെടുക്കും. ചിലപ്പോൾ കൊല്ലില്ല, അതെടുക്കും. അത് കണ്ടുപിടിച്ചാൽ ജയിലിൽ പോയി. അപ്പോൾ എപ്പോഴും നോക്കൂ, അപ്പോൾ അത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടായതിനേക്കാളും മോശമായിട്ടുള്ള സ്ഥിതിയിൽ ജയിലിലെത്തിയളേ. മറ്റേ ആഗ്രഹം എന്നാൽ ആഗ്രഹത്തിനെ അപ്പം അടക്കിയിരുന്നു, സാരില്ല, അതൊന്നും ഇപ്പം എന്താ അത് കിട്ടിയിട്ട് എന്താ കാര്യം, കുറച്ച് നേരത്തേക്ക് സന്തോഷം ഉണ്ടാവും, എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചു വെച്ചാൽ കഴിഞ്ഞേനെ അല്ലേ. അതാണല്ലോ അടക്കൽ, അതാണല്ലോ ഡിസിപ്ലിൻ ചെയ്യണം. പക്ഷെ അത് പറ്റിയില്ല. അപ്പം എന്തായി, അതിൻ്റെ പിന്നാലെ പോയിട്ട് അന്നുണ്ടായിരുന്ന സ്ഥിതിയേക്കാളും മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് എത്തി. അതാണ് ഭഗവാൻ പറയണത് അങ്ങനെ അരുതാന്ന്. എത്ര നല്ലതായിട്ട് ശരിയല്ലേ ഭഗവാൻ പറയണത് അല്ലേ. വിഷയങ്ങളെ ധ്യാനിച്ചാൽ ആഗ്രഹങ്ങൾ കൂടി വരും, സംഘവും കൂടും, അറ്റാച്ച്മെൻറ്റും കൂടും. നേരെ തിരിച്ച് അതെനിക്ക് സാരില്ല, അത് ആവശ്യമില്ല എനിക്ക് എന്ന് 4 പ്രാവശ്യം പറഞ്ഞാൽ വേണ്ട. അതാണ് നമ്മൾ ആഗ്രഹങ്ങളെ അടക്കലേ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കലേ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അത് വേണമെന്നുള്ള ആഗ്രഹം ഈ കള്ളൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. അത്തിക്കട്ടിന് ആഗ്രഹം, പിന്നെ എന്താ ചെയ്യണമെന്നും കൂടി അറിയില്ല. അത് സാധിച്ചില്ലെങ്കിൽ ദേഷ്യം. അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോയിട്ട് സംസാര ഗർത്തത്തിൽ കിടന്ന് മുങ്ങി ഇരിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് 62. അപ്പം ഓരോ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്, ഇതിനെ അടക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു അടക്കിയാൽ മാത്രമേ സ്ഥിതപ്രജ്ഞത്വം കിട്ടുള്ളൂ പറഞ്ഞു അല്ലേ. ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞാൽ അടക്കിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന്. അടക്കിയില്ലെങ്കിൽ സംഘം, പിന്നെ ക്രോധം, പിന്നെ എന്താ പറയുക, ദേഷ്യം വന്നാൽ പിന്നെ കണ്ണു കാണില്ലല്ലോ ആർക്കും, അരുതാത്തൊക്കെ ചെയ്യും. അപ്പോൾ ദുഃഖം. അതാണ് ഇതിൽ പറഞ്ഞത്. ഞാൻ അടുത്തതിലും തന്നെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ 62 വായിച്ച് നമുക്കിവിടെ നിർത്താം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായത്തെ സംഗാദ് സഞ്ജായത്തെ കാമാത് ക്രോധോഭിജായത്തെ. എത്ര സ്ഥലമായിട്ട് പറഞ്ഞു എന്നും ഭഗവാനല്ലേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.